നമസ്കാരം. അയോധ്യയിലെ ഈ രാമക്ഷേത്രത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ വസ്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സാമഗ്രികൾ, മറ്റു പലതും. എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു എന്ന് നോക്കാം. ആദ്യം രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് കല്ലുകളും മക്രാന മാർബിളുമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു. അതിൽ സ്റ്റീലോ സിമെന്റോ ഉപയോഗിക്കാതെയുള്ള നിർമ്മാണത്തിൽ ഈ പിങ്ക് കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്ര മനോഹരമായി നമ്മുടെ മുന്നിൽ രൂപമെടുക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന തൊട്ടടുത്ത സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നാണ്. അവിടെ ക്ഷേത്രത്തിന്റെ മുഖ്യ ശില്പി ചന്ദ്രകാന്ത് സോംപുര, അദ്ദേഹം ഗുജറാത്തിൽ നിന്നാണ്. നൂറ്റാണ്ടുകളായി ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളുടെയും ശില്പി അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുള്ള പരമ്പരയാണ് സോംപുര കുടുംബം. ഇനി മഹാരാഷ്ട്രയിലേക്ക് പോകാം. മഹാരാഷ്ട്രയിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിച്ചത് തേക്കാണ്. അതിനൊരു കാരണമുണ്ട്. വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമന്റെ പാദസ്പർശമേറ്റ ദണ്ഡകാരണ്യത്തിൽ നിന്നുള്ള തേക്കാണ് ക്ഷേത്രത്തിന്റെ വാതിലിനായി ഉപയോഗിച്ചത്. ഒപ്പം മഹാരാഷ്ട്രയിലെ തന്നെ ഗഡ്ചിരോലി വനമേഖലയിൽ നിന്നുള്ള തേക്കും അയോധ്യയിലേക്ക് എത്തി. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണല്ലോ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നാണ് രാമനായുള്ള സ്വർണം പൂശിയ ആഭരണങ്ങൾ എത്തുന്നത്. ഒപ്പം 8 ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച 2100 കിലോ തൂക്കം വരുന്ന ഭീമൻ കുടമണി, അത് യുപിയിലെ ജലേശ്വറിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തി. ഇനി അസാമിലേക്ക്. ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് പന്തലൊരുക്കാനായി 7000 മുളകളാണ് അങ്ങ് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള അസമിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തിയത്. അയോധ്യയുടെ നാഥനായ രാമലല്ലയ്ക്ക് നിവേദ്യത്തിനായുള്ള അരി എത്തുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നാണ്. ഏറ്റവും പ്രധാനം, ഛത്തീസ്ഗഡിലെ രാമനെ അത്രയേറെ ഭജിക്കുന്ന പല ഗോത്ര വിഭാഗങ്ങളുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഛത്തീസ്ഗഡ്. ഇനി ആന്ധ്രാപ്രദേശിലേക്ക് വരാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി നമുക്കറിയാം. അവിടുത്തെ ലഡു ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. തിരുപ്പതിയിൽ നിന്ന് 1 ലക്ഷം ലഡുവാണ് അയോധ്യയിലേക്ക് രാമന്റെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആഘോഷവേളയിലേക്ക് എത്തുന്നത്. തൊട്ടടുത്ത് ഹൈദരാബാദിൽ നിന്ന് 1265 കിലോ തൂക്കം വരുന്ന ഒരു വമ്പൻ ലഡുവും അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. 1 മാസം അത് കേടാകാതെ നിൽക്കുമെന്നാണ് അതിന്റെ നിർമ്മാതാവ് പറയുന്നത്. ഇനി താഴേക്കിറങ്ങിയാൽ തമിഴ്നാട്ടിൽ നിന്നാണ് തടിപ്പണിക്കായി ഏറ്റവും അധികം ആളുകൾ എത്തിയത്. പ്രത്യേകിച്ചും മഹാബലിപുരം, ശില്പകലയ്ക്കൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് മഹാബലിപുരം. അവിടെ നിന്ന് 20 മരപ്പണിക്കാർ അഹോരാത്രം അധ്വാനിച്ചിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിനായി. 680 കിലോ വരുന്ന വെങ്കലമണി വളരെ നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് അയോധ്യയിൽ എത്തുകയും ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രാംലല്ല വിഗ്രഹം, ആ ശില്പം നിർമ്മിച്ചത് കർണാടകയിലെ മൈസൂരിൽ നിന്നുള്ള യുവശില്പിയാണ് അരുൺ യോഗിരാജ്. വൈറ്റ് കോളർ ജോലിയൊക്കെ വിട്ടാണ് അദ്ദേഹം തന്റെ പാരമ്പര്യ കലയിലേക്ക് അല്ലെങ്കിൽ ശില്പകലയിലേക്ക് എത്തിയത്. അങ്ങനെ വലിയൊരു ഭാഗ്യം യോഗിരാജിനെ തേടിയെത്തി. ഒപ്പം കർണാടകയിൽ നിന്നുള്ള മറ്റൊരു സംഭാവന അവിടുത്തെ ദേവനഹള്ളിയിൽ നിന്നുള്ള സാദാഹള്ളി മാർബിൾ, അതും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിനായി എത്തിയിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഇടങ്ങളിൽ നിന്നും പലവിധ വസ്തുക്കൾ എത്തുമ്പോൾ രാജ്യത്തിന് പുറത്തു നിന്നുകൂടിയുണ്ട് എന്ന് പ്രത്യേകം പറയണം. നമുക്കറിയാം, പുണ്യനദികളിലെ, നമ്മുടെ രാജ്യത്തെ തന്നെ പുണ്യനദികളിലെ ജലം അയോധ്യയിലേക്ക് എത്തുന്നു. സീതയുടെ നാടായ നേപ്പാളിൽ നിന്ന് സാളഗ്രാമ കല്ലുകളടക്കമുള്ള ഒരുപാട് ഉപഹാരങ്ങൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. ജാനകിപൂരിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ വരെ അയോധ്യയിലേക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തായ്ലൻഡിൽ നിന്ന് മറ്റു പല വിദേശ രാജ്യങ്ങളിലെയും പുണ്യനദികളിൽ നിന്നുള്ള ജലം, മണ്ണ് എന്നിവയൊക്കെ ഭഗവാനുള്ള അർപ്പണമായി അയോധ്യയിലേക്ക് എത്തുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെ ആകെ പ്രതീകമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം.